ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RRBയുടെ ALP 2025 അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലൈവായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, RRB ALP 2025 അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ഒരു അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ലൈവായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഡയറക്റ്റ്ലി നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്തുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ ലൈവായിട്ടൊരു ഓൺലൈൻ അപ്ലിക്കേഷൻ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിന് മുന്നേ നമ്മളത് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ അപ്ലിക്കേഷൻ ടൈമിൽ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചിലർക്കുള്ള കുറച്ച് സംശയങ്ങളുണ്ട്. ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത ആളുകൾ വീണ്ടും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്നൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ വീണ്ടും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് റെയിൽവേ പറഞ്ഞിരിക്കുന്നത്. അതായത് ഓൾറെഡി നിങ്ങൾ എന്ത് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ, രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ, അതായത് 2024 RRB ALPക്ക് വേണ്ടിയും അല്ലെങ്കിൽ മറ്റ് എക്സാംസുകൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ വീണ്ടും പുതിയൊരു അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യേണ്ട കാര്യമില്ല. അപ്ലിക്കേഷൻ മീൻസ് രജിസ്ട്രേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യേണ്ട കാര്യമില്ല. അപ്ലിക്കേഷൻ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ അപ്ലൈ ചെയ്യുന്ന വേണം. നിങ്ങളുടെ ഇതിൽ ലോഗിൻ ചെയ്തിട്ട് സാധാരണ പോലെ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുക, എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം, മറ്റെന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോവാണ്. ലെറ്റ്സ് വെൽക്കം ടു എൻട്രി. അതേപോലെ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അത്തരം ഷെയറുകൾ, അത്തരം ലൈക്കുകളൊക്കെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നേരെ നമുക്ക് അപ്ലിക്കേഷൻ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റെയിൽവേയുടെ ഏത് വെബ്സൈറ്റ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതായത് റെയിൽവേയുടെ ട്രിവാൻഡ്രം, അതേപോലെ തന്നെ ചെന്നൈ, അങ്ങനെ തുടങ്ങി ഏത് സോണിലേക്ക് വേണമെങ്കിലും എടുക്കാം. ഇനി നമ്മൾ എടുക്കുന്ന ആ സോണിൽ തന്നെ ആയിരിക്കില്ല നമ്മൾ അവിടെ അപ്ലൈ ചെയ്യാം. നമുക്ക് ഒരു സോണിൻ്റെ വെബ്സൈറ്റ് എടുത്തിട്ട് നമുക്ക് മറ്റു സോണിലേക്കൊക്കെ അപ്ലൈ ചെയ്യാം. അതുകൊണ്ടൊന്നും യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ ഞാൻ ഇവിടെ നോക്കുന്ന സമയത്ത് RRB ചെന്നൈ സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ RRB ചെന്നൈ സൈറ്റ് കുറച്ചുകൂടി എന്താ പറയുക യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇൻ്റർഫേസ് ആയതുകൊണ്ടാണ് ഞാനത് സെലക്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ട്രിവാൻഡ്രം ഒക്കെ ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഒരു പുതിയ നോട്ടിഫിക്കേഷൻ അവിടെ വന്ന് കിടപ്പുണ്ട്. CN1/2025 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു നോട്ടിഫിക്കേഷനാണ് നമ്മൾ ഇന്ന് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ കൊടുത്തിരിക്കുന്ന ക്ലിക്ക് ഹിയർ FAQ, ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഓൺലൈൻ, ക്ലിക്ക് ഹിയർ ടു വ്യൂ നോട്ടിഫിക്കേഷൻ ഇൻ ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കാൻ പോകുന്നത് ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഓൺലൈൻ എന്നുള്ളതാണ്. സോ നമ്മൾ നേരെ എന്ത് ചെയ്യാണ്, ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇതേപോലുള്ള ഒരു ഇൻ്റർഫേസിലേക്കാണ് നമ്മൾ എത്തുന്നത്. അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസിൽ നിങ്ങൾക്ക് അപ്ലൈ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഒന്ന് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്, ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനും ഉണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, പുതുതായിട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഓൾറെഡി 2024 RRB എക്സാംസുകൾക്ക് വേണ്ടി, അത് ALP ആയിക്കോട്ടെ, ടെക്നീഷ്യൻ ആയിക്കോട്ടെ, JE ആയിക്കോട്ടെ, അതിനൊക്കെ വേണ്ടി രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിൽ ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് എന്ന് പറയുന്ന സെക്ഷനാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അല്ലാണ്ട് നിങ്ങൾ വീണ്ടും ചെയ്ത് കഴിഞ്ഞാൽ അത് മൾട്ടിപ്പിൾ ആപ്ലിക്കേഷനായിട്ട് മാറും. കാരണം പുതിയ അപ്ലിക്കേഷൻ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയില്ല. കാരണം അത് ഓൾറെഡി ആധാർ വെരിഫൈഡ് ആയിട്ടുള്ള അക്കൗണ്ട് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ വീണ്ടും ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. അപ്പോൾ ഞാൻ പുതുതായിട്ട് ആളുകൾ വരുന്ന സമയത്ത് എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ഫോം ഞാൻ ഓപ്പൺ ചെയ്യാണ്. അവിടെ തന്നെ എഴുതിയത് കാണാം. ഇവിടെ ഒരു പ്ലീസ് നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. Candidate who have already created an account for CEN issued RRB in 2024 അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. അതായത് CEN സെൻട്രൽ എംപ്ലോയ്മെൻറ്റ് നോട്ടീസ് ഇഷ്യൂഡ് ബൈ RRB in 2024 എന്നാണ് പറഞ്ഞത്. അതായത് ഏത് നോട്ടിഫിക്കേഷനാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ALP പറ്റും, അതേപോലെ തന്നെ ടെക്നീഷ്യൻ, അതേപോലെ ജൂനിയർ എഞ്ചിനീയർ, NTPC തുടങ്ങിയ എല്ലാ കാറ്റഗറിയും അതിൽ ഇൻക്ലൂഡ് ആയി. ഓക്കെ, ആർ നോട്ട് റിക്വയർഡ് ടു രജിസ്റ്റർ അഗെയിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്തരം ആളുകൾ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, they should log in using the same username and password എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർ ആ സമയത്തുള്ള യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ച് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഇൻ്റർഫേസിൽ പുതുതായിട്ട് വന്ന ആളുകൾക്ക്, അതായത് കഴിഞ്ഞ പ്രാവശ്യം രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള പ്രൊസീജിയർ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നുണ്ടാവുക. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കൺട്രിയാണ് ഫസ്റ്റ് കൊടുക്കേണ്ടത്. ദെൻ ഇവിടെ ഫുൾ നെയിം കൊടുക്കുക. 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിലുള്ള പോലെ തന്നെ പേര് കൊടുക്കട്ടോ. അവിടെ വീണ്ടും അത് എൻട്രി ടൈപ്പ് ദ ഫുൾ നെയിം പറഞ്ഞിട്ടുണ്ട്. ദെൻ ഹാവ് യു ചേഞ്ച്ഡ് യുവർ നെയിം എന്നുള്ളടുത്ത് കൊടുക്കുക. ദെൻ ഡേറ്റ് ഓഫ് ബർത്ത് അത് മെട്രിക്കുലേഷൻ ഉള്ള പോലെ തന്നെയാണ് കൊടുക്കേണ്ടത്. നിങ്ങൾ SSLC ബുക്കിൽ എങ്ങനെയാണുള്ളത് അതേപോലെ തന്നെ കൊടുക്കുക. ദെൻ ഡേറ്റ് ഓഫ് ബർത്ത് എൻട്രി ചെയ്യാനുണ്ട്. ദെൻ ജെൻഡർ സെലക്ട് ചെയ്യുക. വീണ്ടും ഇവിടെ നമ്മളിവിടുത്തെ ചെയ്യുന്നതന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ദെൻ ഫാദേഴ്സ് നെയിം കൊടുക്കുക ആസ് പെർ മെട്രിക്കുലേഷൻ. ഇവിടെ എൻട്രി ചെയ്യുക. അതേപോലെ മദേഴ്സ് നെയിം കൊടുക്കുക, എൻട്രി ചെയ്യുക. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള നിങ്ങളുടെ ഇൻഫർമേഷൻസ്. ഒരു പക്ഷേ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് കുറവായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ പരമാവധി കെയർഫുൾ ആയിട്ട് തന്നെ ചെയ്യുക. മിസ്റ്റേക്കുകളൊന്നും വരുത്താത്ത രീതിയിൽ നിങ്ങൾ ആ രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. കാരണം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ടൈമിലൊക്കെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്.
ദെൻ നമ്മൾ കോൺടാക്ട് ഡീറ്റെയിൽസിലേക്ക് വരികയാണെങ്കിൽ ഇമെയിൽ അഡ്രസ്സ്. അപ്പോൾ നമ്മൾ ഇമെയിൽ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ആക്റ്റീവ് ആയിട്ടുള്ളൊരു ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. നമ്മൾ അത്ര യൂസ് ചെയ്യാത്തൊരു ഇമെയിൽ അഡ്രസ്സ് ഒന്നും കൊടുക്കരുത്. നിങ്ങൾ വളരെ ആക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇമെയിൽ അഡ്രസ്സ് തന്നെ കൊടുക്കുക. എന്നിട്ട് ആ ഇമെയിൽ അഡ്രസ്സിലേക്ക് ഒരു OTP വന്നുകാൻ ജനറേറ്റ് ഇമെയിൽ OTP കൊടുത്താൽ അവരേക്ക് ഒരു OTP വരും. ആ OTP എൻ്റർ ചെയ്തുകാൻ അത് വെരിഫൈ ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങൾ മൊബൈൽ നമ്പറും കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ കയ്യിലുള്ള ഒരു മൊബൈൽ നമ്പർ കൊടുക്കുക. എന്നിട്ട് അവിടെ എന്തുണ്ടാവും, ജനറേറ്റ് മൊബൈൽ OTP എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു OTP വരും. അതോടുകൂടി അത് വെരിഫൈഡ് ആവും. ഓക്കെ, അപ്പോൾ മൊബൈൽ നമ്പറും ഇമെയിൽ അഡ്രസ്സും ആ രീതിയിലാണ്. ആക്റ്റീവ് ആയിട്ടുള്ള മൊബൈൽ നമ്പറും ആക്റ്റീവ് ആയിട്ടുള്ള ഇമെയിൽ അഡ്രസ്സും ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം. അതായത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഇമെയിൽ ആയിരിക്കണം. നിങ്ങൾക്ക് ജസ്റ്റ് ഇമെയിൽ ID അതിൻ്റെ പാസ്വേഡൊക്കെ അറിയെങ്കിൽ അത് ലോഗിൻ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ അതിൽ അങ്ങനെയുള്ള ഒരു ഇത് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ ആധാർ വെരിഫിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. ആധാർ വെരിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ ഐ ഡു നോട്ട് ഹാവ് എൻ ആധാർ എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. പക്ഷേ അത് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ ആധാർ നമ്പർ കൊടുത്തിട്ട് വെരിഫൈ ചെയ്യുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ വെരിഫിക്കേഷൻ ചെയ്തില്ലെങ്കിൽ പിന്നീട് വെരിഫൈ ചെയ്യേണ്ടി വരും. അതേപോലെ അത് എക്സാം ഹാളിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഡിഫിക്കൽട്ടീസ് വരുത്തുന്നുണ്ടാവും. സോ ആധാർ വെരിഫിക്കേഷൻ നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യണം. അതിൽ യാതൊരു കോംപ്രമൈസും ചെയ്യാൻ പാടില്ല. നിർബന്ധമായിട്ട് എല്ലാവരും ആധാർ വെരിഫിക്കേഷൻ ചെയ്യുക. ഐ ഡു നോട്ട് ഹാവ് ആധാർ കാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ അവിടെ കിടപ്പുണ്ടെങ്കിലും അത് പിന്നീട് വെരിഫിക്കേഷനൊക്കെ അവർ ചെയ്യാൻ പറയാറുണ്ട്. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ടൈമിലൊക്കെ എന്തായാലും ആധാർ വെരിഫിക്കേഷൻ ഉണ്ടാവുകയും ചെയ്യും. സോ നിങ്ങൾ ആധാർ വെരിഫിക്കേഷൻ ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഐ ഹിയർ ബൈ ഓതറൈസ് ദ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുക്കുക. ദെൻ നിങ്ങളുടെ ഒരു പാസ്വേഡും കൊടുക്കുക. അതേപോലെ തന്നെ കൺഫേം പാസ്വേഡ്, നിങ്ങൾ കൊടുക്കുന്ന പാസ്വേഡ് കൺഫേം ചെയ്യുക. ആൻഡ് ഇവിടെ ഒരു ക്യാപ്പിച്ച എൻ്റർ ചെയ്യാറുണ്ടാവും. ഐ എം നോട്ട് റോബോട്ട് എന്ന് കൊടുത്തിട്ട് നിങ്ങൾ ആ ക്യാപ്പിച്ച എന്ത് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ പ്രിവ്യൂ ആൻഡ് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഇതെല്ലാം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സബ്മിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ആയിരിക്കും വരുന്നുണ്ടാവുക. സോ അതോടുകൂടി നിങ്ങളുടെ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യുകയാണ്, ആദ്യഘട്ടം പൂർത്തീകരിക്കുകയാണ്. അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇവിടെ എന്ത് ചെയ്യുകയാണ്, അതിൻ്റെ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ നമുക്കിവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ഓക്കെ, സോ ഈ ഒരു പ്രോസസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിൽ 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ വെച്ചിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഇമെയിൽ ID, മൊബൈൽ നമ്പർ, അതേപോലെ ആധാർ വെരിഫിക്കേഷന്, ഈ 3 കാര്യങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യണം. അതേപോലെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഓരോന്നും കൃത്യമായിട്ട് വരുന്നുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് നമ്മളൊരു അക്ഷയ സെൻറ്ററിൽ പോയി ഇങ്ങനെ അവരെ കയ്യിൽ കൊടുത്തേക്കുന്ന കാര്യം നമ്മൾ ഒന്ന് ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ നമുക്കൊന്ന് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയാൽ അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ ഒരു ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലോഗിൻ ID നിങ്ങൾക്ക് ലഭിക്കും. പാസ്വേഡ് നിങ്ങൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിനി അടുത്ത പ്രൊസീജിയർ, ലോഗിൻ ചെയ്തിട്ട് ഇനി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ആ ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഇൻസ്ട്രക്ഷൻ ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. ഇതിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാ ഇൻഫർമേഷൻസ് വായിക്കുക. അതേപോലെ കാൻഡിഡേറ്റ് ആർ അലൗഡ് ടു അപ്ലൈ ഓൺലി 1 ആപ്ലിക്കേഷൻ ഫോർ പെർട്ടിക്കുലർ CN, ഒറ്റ ആപ്ലിക്കേഷൻ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. മീഡിയം ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് 13 റീജിയണൽ ലാംഗ്വേജിലുണ്ട്. അസാമി, ബംഗാളി, ഗുജറാത്തി, കന്നഡ, കൊങ്കണി, മലയാളം, മണിപ്പൂരി, മറാത്തി, ഒഡിയ, പഞ്ചാബി, തമിഴ്, തെലുഗു ആൻഡ് ഉറുദു ഉണ്ട്. ബിസൈഡ്സ് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്. ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് എപ്പോഴും ബൈ ഡിഫോൾട്ട് ഉണ്ടാവും. ഇനി വേറെ ഏതെങ്കിലും ലാംഗ്വേജ് വേണമെങ്കിൽ കൊടുക്കാം. അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദെൻ ഇനി നമുക്ക് ഓൺലൈൻ ആപ്ലിക്കേഷനിൽ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഈ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, അവിടെ ഒരു പുതിയ നോട്ടിഫിക്കേഷനായിട്ട് നമ്മൾ എഴുതിയിട്ടുള്ള പുതിയ CN1/2024 25 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ കാണാൻ പറ്റും. ഓപ്പണിംഗ് ഡേറ്റ് 12/4, ക്ലോസിംഗ് ഡേറ്റ് 11/5. അപ്പം നമ്മളിവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ സെലക്ട് ചെയ്യാനുണ്ട്. അതായത് നമ്മൾ ഏത് RRBയിലേക്കാണ് സെലക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ ഏത് RRBയിലേക്ക് സെലക്ട് ചെയ്യണം എന്നുള്ള ഒരു വീഡിയോ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ടും ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങളിത് ചൂസ് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങളൊരു പക്ഷേ അക്ഷയയിലൊക്കെ പോവുകയാണെങ്കിൽ അവർ നേരെ ഇതങ്ങ് എടുക്കും. കേരളത്തിലുള്ള ആളാണെങ്കിൽ നേരെ തിരുവനന്തപുരം എന്ന് പറയുന്ന സെക്ഷൻ അങ്ങ് സെലക്ട് ചെയ്യുകയാണ് ചെയ്യുക. പക്ഷേ തിരുവനന്തപുരം തന്നെയാണോ സെലക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലേക്ക് നമ്മൾ പോവേണ്ടത് തുടങ്ങിയ മുഴുവൻ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യുന്ന ഒരു സോൺ അനാലിസിസ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രമേ സോൺ സെലക്ട് ചെയ്യാവൂ. അപ്പോൾ ഞാനിവിടെ തിരുവനന്തപുരം തന്നെ സെലക്ട് ചെയ്തു. മലയാളികൾ എന്നുള്ള നിലയിൽ ഞാൻ തിരുവനന്തപുരം സെലക്ട് ചെയ്യാണ്. പക്ഷേ ഒരിക്കലും തിരുവനന്തപുരം മാത്രമാവരുത്. അതിന് പല ക്രൈറ്റീരിയകളുണ്ട്. നിങ്ങളുടെ ജോലി സാധ്യത ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു ഘടകമാണ് നിങ്ങളിപ്പോൾ സെലക്ട് ചെയ്യുന്ന ഈ ഒരു സോൺ എന്ന് പറയുന്നത്. സോ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ആൻഡ് ഐ ആം നോട്ട് കറൻ്റ്ലി ഡീബാർഡ് ബൈ എൻ RRB ഓർ NTPC എന്ന് കൊടുത്തിട്ട് നേരെ നെക്സ്റ്റ് അടിക്കാം. ഓക്കെ, സോ ദ ഡേറ്റ ഈസ് ഫെച്ച്ഡ് ഫ്രം യുവർ പ്രീവിയസ് ആർ സേവ്ഡ്, ചെക്ക് ഫോർ ദ ഡീറ്റെയിൽസ് പ്രൊസീഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗം ഞാൻ ക്ലോസ് ചെയ്തു. ഓക്കെ,
അക്കൗണ്ട് ഈസ് വെരിഫൈഡ് വിത്ത് ആധാർ കാർഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അപ്ലിക്കേഷൻ്റെ ഘട്ടം ഘട്ടമായിട്ടുള്ള ഡീറ്റെയിൽസുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്തെല്ലാം 5 ഘട്ടങ്ങളിലായിട്ടാണ് ഈ ആപ്ലിക്കേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഒന്നാമത്തേത് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. ദെൻ അതർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അതിനുശേഷം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അതേപോലെ അപ്ലോഡ് പ്രൊഫൈൽ ഡോക്യുമെൻറ്റ് ആൻഡ് ദെൻ പ്രിഫറൻസ് ആൻഡ് പ്രിവ്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഓരോന്നും 1 by 1 ആയിട്ട് നമുക്ക് പ്രൊസീഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ഓൾറെഡി ഇതിൽ എൻ്റർ ചെയ്ത ആൾക്കാരാണെങ്കിൽ, നേരത്തെ സെലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ആ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ വന്ന് കിടപ്പുണ്ടാവും. അതായത് ഞാൻ ഓൾറെഡി നേരത്തെ ഇത് ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ അതിലുള്ള ഡീറ്റെയിൽസുകളൊക്കെ ഇവിടെ വന്ന് കിടപ്പുണ്ട്. അത് നാഷണാലിറ്റി, അതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, ഫുൾ നെയിം, ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, ജെൻഡർ, ഇമെയിൽ അഡ്രസ്സ്, മൊബൈൽ നമ്പർ, ഈ ഡീറ്റെയിൽസ് എല്ലാം അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, വന്ന് കിടപ്പുണ്ട്. സോ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ, ഇവിടെ മെറിറ്റൽ സ്റ്റാറ്റസ് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എന്താണോ ഉള്ളത് അതിവിടെ സെലക്ട് ചെയ്യുക. ദെൻ റിലീജിയൻ നമുക്ക് സെലക്ട് ചെയ്യാനുണ്ടാവും. നമ്മൾ റിലീജിയൻ സെലക്ട് ചെയ്യുന്നു. ആൻഡ് ദെൻ ഡു യു വിഷ് ടു അവൈൽ ഫീ എക്സംഷൻ. ഇപ്പോൾ ഇവിടെ നമ്മൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ ആ രീതിയിൽ നമ്മൾ സെലക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ. ദെൻ ഡു യു വിഷ് ടു അവൈൽ ഫീ എക്സംഷൻ, അതായത് ചില കാറ്റഗറിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫീ എക്സംഷൻ പറഞ്ഞിട്ടുണ്ട്. SC ST കാറ്റഗറിയിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇല്ലെങ്കിൽ ജസ്റ്റ് നോ എന്ന് കൊടുത്തേക്കുക. ദെൻ മദർ ടങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, മലയാളം സെലക്ട് ചെയ്യുകയാണ്. നിങ്ങൾക്കറിയാം എക്സാമിൻ്റെ ചോയ്സ് ലാംഗ്വേജ് ഓഫ് ഇംഗ്ലീഷും ഹിന്ദിയും അവിടെ കിടക്കുന്നുണ്ടാവും കേട്ടോ. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ഓൾറെഡി അവിടെ കിടക്കുന്നുണ്ടാവും. ഓക്കെ, ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി അവിടെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് തന്നെ മാത്രം മതിയെങ്കിൽ ഇംഗ്ലീഷ് മാത്രം ഒന്നുകൂടി സെലക്ട് ചെയ്ത് വെച്ചേക്കുക. ദെൻ നമ്മുടെ എന്താണ് പെർമനൻറ്റ് വിസിബിൾ മാർക്ക് ഐഡൻറ്റിഫിക്കേഷൻ, നമ്മൾ പെർമനൻറ്റ് വിസിബിൾ ആയിട്ടുള്ള ഈ മോൾസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ബ്ലാക്ക് മോൾ എന്നൊക്കെ പറഞ്ഞ് ഞാൻ നമ്മൾ കൊടുക്കാറില്ലേ, ആ രീതിയിലുള്ള സാധനങ്ങൾ ഇവിടെ കൊടുക്കുക. ദെൻ അത്തരം കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കമ്മ്യൂണിറ്റി ഡീറ്റെയിൽസ് ആണ്. കമ്മ്യൂണിറ്റി ഡീറ്റെയിൽസിൽ നമ്മൾ ഏത് കമ്മ്യൂണിറ്റിയാണ് എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്യാനുണ്ടാവും. അൺറിസർവ്ഡ് ആണോ, ST ആണോ, OBC ആണോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ OBC ഒക്കെ കൊടുക്കുകയാണെങ്കിൽ OBC നമ്മളിപ്പോൾ സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നു ഓൺലി ദോസ് കമ്മ്യൂണിറ്റീസ് വിച്ച് ആർ റെക്കഗ്നൈസ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആസ് SC ST ആൻഡ് OBC ആർ എലിജിബിൾ ഫോർ റിസർവേഷൻ ഇൻ ദ റിക്രൂട്ട്മെൻറ്റ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അതിൻ്റെ വാലിഡ് ആയിട്ടുള്ളൊരു സർട്ടിഫിക്കേഷന് ഉണ്ടായിരിക്കണം. അപ്പം നമ്മൾ ഐ അണ്ടർസ്റ്റാൻഡ് ആൻഡ് അഗ്രി എന്ന് കൊടുക്കുക. ദെൻ എഗെയിൻ നമ്മുടെ പോസ്റ്റൽ അഡ്രസ്സ് കൊടുക്കണം. സോ നമ്മൾ പോസ്റ്റൽ അഡ്രസ്സ് നമ്മളിവിടെ കംപ്ലീറ്റ്ലി കൊടുക്കാം. ആൻഡ് ദെൻ ടിക്ക് പെർമനൻറ്റ് അഡ്രസ് ഇസ് സെയിം ആസ് പ്രസൻറ്റ് അഡ്രസ്സും ഇത് സെയിം ആണെങ്കിൽ സെയിം എന്ന് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്. അപ്പോൾ ഇതിൽ ഇനി നിങ്ങൾ ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇപ്പം നമ്മളിവിടെ OBC ആണെന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞല്ലേ, ഇവിടെ നമ്മൾ OBC ആണെന്ന് കൊടുത്തു. ഡു യു അണ്ടർ OBC നോൺ ക്രിമിനൽ കൊടുത്തപ്പോൾ ഞാൻ യെസ്സും കൊടുത്തു. അപ്പോൾ അവിടെ നെയിം ഓഫ് ദ കാസ്റ്റ് ചോദിച്ചിട്ടുണ്ട് അല്ലേ, നെയിം ഓഫ് ദ കാസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ആ നെയിം ഓഫ് ദ കാസ്റ്റ് നമ്മൾ അവിടെ എന്ത് ചെയ്യാണ്, ടൈപ്പ് ചെയ്യാണ്. അതേപോലെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നമ്പർ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. അതായത് നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടി എന്ന് കഴിഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റിൽ നമ്പർ ഉണ്ടാവും. സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ പൊതുവേ ചിലപ്പോൾ ഫയൽ നമ്പറൊക്കെ ആയിരിക്കും ഉണ്ടാവും കേട്ടോ. വളരെ എന്താ പറയുക, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഫോർമാറ്റിലായിരിക്കില്ല. ഒരു ഫയൽ നമ്പറൊക്കെ ഉണ്ടാവും. A/2016 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഫയൽ നമ്പർ ആയിരിക്കും വരുന്നുണ്ടാവുക. സോ ആ ഫയൽ നമ്പറാണ് നിങ്ങൾ സർട്ടിഫിക്കറ്റ് നമ്പറായിട്ട് വേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, അപ്ലിക്കേഷൻ ടൈമിൽ നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് വേണം. ആ സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ടേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നീട് സർട്ടിഫിക്കറ്റ് എടുക്കുന്ന രീതിയല്ല. നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് വേണം. കാരണം ആ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ ഇവിടെ കൊടുക്കണം. അതേപോലെ ഇഷ്യൂയിങ് അതോറിറ്റി ആരാണ് അത് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ തഹസീൽദാർ ആണെങ്കിൽ എന്ത് ചെയ്യുക, തഹസീൽദാർ എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ പഞ്ചായത്തിൽ നിന്ന് സെലക്ട് ചെയ്ത സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അവിടെ ഒന്നും കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തഹസീൽദാർ തന്നെ സെലക്ട് ചെയ്തു. ദെൻ ഇഷ്യൂയിങ് സ്റ്റേറ്റ് നമ്മൾ കേരള കൊടുത്തു. അതേപോലെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത ഡേറ്റ്. അപ്പോൾ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 year ഒക്കെയാണ് സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി ഉണ്ടാവാറുള്ളത്. 1 year ഉള്ളിലുള്ള സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. അല്ലാത്ത സർട്ടിഫിക്കറ്റുകളാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും പുതിയൊരു സർട്ടിഫിക്കറ്റ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത്. ദെൻ നമ്മുടെ പ്രസൻറ്റ് അഡ്രസ്സും പെർമനൻറ്റ് അഡ്രസ്സും ടൈപ്പ് ചെയ്യുക. ആൻഡ് ദെൻ നമ്മളിവിടെ സേവ് കൊടുക്കുകയാണ്. ഓക്കെ, സർട്ടിഫിക്കറ്റ് നമ്പർ ചോദിച്ചിട്ടുണ്ടല്ലേ, ഞാൻ സർട്ടിഫിക്കറ്റ് നമ്പർ ഇവിടെ എൻ്റർ ചെയ്തു. എന്നാൽ നമ്മളിവിടെ സേവ് കൊടുക്കുകയാണ്. അപ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസ് സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരെ എന്ത് ചെയ്യാണ്, നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. ഓക്കെ, then this data is fetched from your previous saved data, check the details, proceed further. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കിടക്കുന്നുണ്ടാവും.
സോ അത് നിങ്ങൾ ഫർദർ ആയിട്ട് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ മാത്രം നോക്കിയാൽ മതി. ആർ യു എൻ എക്സ് സർവീസ് മാൻ ചോദിച്ചിട്ടുണ്ട്, നമ്മൾ നോ കൊടുത്തു. അതേപോലെ ആർ യു EBC സർട്ടിഫിക്കറ്റ് ഹോൾഡർ നോ കൊടുത്തു. ആർ യു എംപ്ലോയർ ഓഫ് ഇന്ത്യൻ റെയിൽവേ കൊടുത്തു, നോ കൊടുത്തു. ദെൻ കറണ്ട് എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്, നോട്ട് അപ്ലിക്കബിൾ എന്ന് കൊടുത്തു. ഡീറ്റെയിൽസ് ഓഫ് കോഴ്സ് കംപ്ലീറ്റഡ് ആക്ട് അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് കൊടുത്തു. അതുള്ള ആളുകൾ യെസ് കൊടുക്കുന്നുണ്ടോ, അതായത് കോഴ്സ് കംപ്ലീറ്റ് ആക്ട് അപ്രന്റീസ് ചെയ്ത ആളുകളാണെങ്കിൽ യെസ് കൊടുത്തിട്ട് അത് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണം. ദെൻ ഡീറ്റെയിൽസ് ഓഫ് ബാങ്ക് റീഫണ്ട് ചോദിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ഈ എക്സാം എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആ എക്സാം ഫീയുടെ 50% എങ്കിൽ നമുക്ക് എന്താവും റീഫണ്ട് ആയിട്ട് വരുന്നുണ്ടാവും. ഇപ്പോൾ 500 രൂപയാണ് അപ്ലിക്കേഷൻ ഫീ എങ്കിൽ 250 രൂപ എന്ത് ചെയ്യുന്നുണ്ടാവും, റീഫണ്ട് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ടാവും. സോ ആ രീതിയിൽ എക്സാമിൻ്റെ എമൗണ്ട് റീഫണ്ട് വരാൻ വേണ്ടിയിട്ടാണ് ഈ ബാങ്ക് ഡീറ്റെയിൽസ് ചോദിച്ചിരിക്കുന്നത്. സോ ആ ബാങ്ക് ഡീറ്റെയിൽസ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, സോ നമ്മൾ ഇതുവരെ ചെയ്തതിൻ്റെ ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ ഞാനിവിടെ മെട്രിക്കുലേഷൻ ഓർ SSLC കൊടുത്തിട്ടുണ്ട്. ദെൻ അതിൻ്റെ ക്വാളിഫിക്കേഷൻ, അതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ നമ്മളിവിടെ കൊടുത്തു. ദെൻ ടു ആഡ് ക്വാളിഫിക്കേഷൻ, നമ്മളിവിടെ ക്വാളിഫിക്കേഷൻ ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. ക്വാളിഫിക്കേഷൻ ആഡ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു കാര്യം ചെയ്യുകയാണ്. ഇവിടെ ഞാൻ എന്ത് ചെയ്യുകയാണ്, 3 ഇയർ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ ഡിഗ്രി ഇൻ എഞ്ചിനീയറിങ്ങോ ITIയോ NACയോ ഇതിലേതെങ്കിലും സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ അതിൻ്റെ ഡിസിപ്ലിൻ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കലാണുള്ളത്. അപ്പോൾ ഈ 4 ബ്രാഞ്ചസുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കൊടുത്തിട്ടുള്ളത്. സോ BTech കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ബ്രാഞ്ചസിലുള്ള ആളുകൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം നമ്മളിപ്പോൾ ഡിപ്ലോമയാണ് കൊടുത്ത് നോക്കുക, 3 ഇയർ ഡിപ്ലോമ. അപ്പോൾ ഏതൊക്കെ ഓപ്ഷൻസ് വരുന്നുണ്ട് നോക്കാം. അവിടെയും ഈ ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കലാണ് വന്ന് കിടപ്പുള്ളത്. ഇനി നമ്മൾ ITI ആണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, ITI ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അവിടെ വന്നിട്ടുള്ള ഇത് ആർമേച്ചർ വൈൻഡിങ്, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, ഫിറ്റർ, ഹീറ്റ് എഞ്ചിന്, ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്, മെഷീനിസ്റ്റ്, മെക്കാനിക് ഡീസൽ, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് റേഡിയോ ആൻഡ് TV, മിലിറ്ററൈറ്റ് ഓർ മെയിൻ്റനൻസ് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് മെക്കാനിക്, ട്രാക്ടർ മെക്കാനിക്, ടേണർ, വയർമാൻ. ഇത്രയും ട്രേഡുകളിലുള്ള ആളുകൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ITIയിൽ എല്ലാ ട്രേഡുകളും ഇല്ല. ഈ സ്പെസിഫൈഡ് ആയിട്ടുള്ള ട്രേഡുകളിലുള്ള ആളുകൾ മാത്രമേ അപ്ലൈ ചെയ്യാവൂ. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് എന്നെ സെലക്ട് ചെയ്യുകയാണ്. അതിൽ ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഞാൻ ചൂസ് ചെയ്തു. അതിനുശേഷം സ്റ്റേറ്റ് സെലക്ട് ചെയ്യണം. സ്റ്റേറ്റ് നമ്മൾ കേരള ചൂസ് ചെയ്തു. ഡിസ്ട്രിക്റ്റ് ചൂസ് ചെയ്യാനുണ്ട്. ഡിസ്ട്രിക്റ്റ് ഞാൻ കോഴിക്കോട് ചൂസ് ചെയ്തു. ദെൻ നെയിം ഓഫ് കോളേജ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കോളേജിൻ്റെ നെയിം നമുക്ക് കൊടുക്കാം. ഇവിടെ നമുക്ക് കോളേജ് നെയിം കൊടുക്കാം. ആൻഡ് ദെൻ ഡേറ്റ് ഓഫ് പാസിങ് കൊടുക്കുക. ഡേറ്റ് ഓഫ് പാസിങ് നമുക്ക് കറക്റ്റായിട്ടുള്ള ഡേറ്റ് തന്നെ കൊടുക്കാം കേട്ടോ. കറക്റ്റായിട്ടുള്ള ഡേറ്റ് തന്നെ കൊടുക്കാം. ഓക്കെ, ദെൻ അപ്പോൾ നമ്മൾ ഡേറ്റ് കൊടുത്തു. പെർസെൻറ്റേജ്, അപ്പോൾ നമ്മളൊരു പെർസെൻറ്റേജ് നമ്മളുടെ ഒരു പാസ് പെർസെൻറ്റേജ് കൊടുക്കുക. അപ്പോൾ അതോടുകൂടി നമുക്കിവിടെ ആഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 2 കാര്യങ്ങൾ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് മെട്രിക്കുലേഷൻ ആൻഡ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ്. നിങ്ങൾക്ക് എത്ര ആഡ് ചെയ്യട്ടെ, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ക്വാളിഫിക്കേഷൻ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ പ്ലീസ് എഡിറ്റ് മെട്രിക്കുലേഷൻ ഓർ SSLC ക്വാളിഫിക്കേഷൻ സീരിയൽ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ SSLCയുടെ സീരിയൽ നമ്പർ കൊടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സീരിയൽ നമ്പർ കൊടുക്കാം. മെട്രിക്കുലേഷൻ, യെസ്, ഇവിടെ നമ്മൾ SSLC ഓർ മെട്രിക്കുലേഷൻ്റെ സീരിയൽ നമ്പർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ SSLCയിലുള്ള ആ സീരിയൽ നമ്പർ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ദെൻ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ആഡ് എന്ന് കൊടുക്കുക. ആൻഡ് ദെൻ നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഒരു സെക്ഷനിലേക്ക് വരികയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് ഫോട്ടോഗ്രാഫാണ് കേട്ടോ. ഫോട്ടോഗ്രാഫാണ്. അപ്ലിക്കൻ കളർ പാസ്പോർട്ട് ഫോട്ടോഗ്രാഫാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു കളർ ഫോട്ടോഗ്രാഫ് നമ്മൾ അപ്ലൈ ചെയ്യണം. അതേപോലെ തന്നെ സിഗ്നേച്ചർ നമ്മൾ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുന്ന സമയത്തും അതേപോലെ തന്നെ ഫോട്ടോഗ്രാഫ് ചെയ്യുന്ന സമയത്തും എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഒന്ന്, ഫോട്ടോഗ്രാഫിൻ്റെ സ്പെസിഫിക്കേഷനാണ് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി എ റീസെൻറ്റ് കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് വിത്ത് പ്ലെയിൻ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ്. പ്ലെയിൻ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. നോട്ട് ഓൾഡർ ദാൻ 2 months. 2 മാസത്തിൽ കൂടുതൽ പഴക്കമുണ്ടാവില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഷുഡ് ബി എ സൈസ് ഓഫ് 35 mm by 45 mm ഓർ 320 by 240 പിക്സലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു സൈസിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇമേജ് റീസൈസർ എന്നൊക്കെ ഓൺലൈനിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അതേ സൈസിലേക്ക് മാറ്റാൻ പറ്റും. ഇറ്റ് ഷുഡ് ബി എ JPG ഓർ JPEG ഫോർമാറ്റിലായിരിക്കണം. ആൻഡ് ദ സൈസ് ഓഫ് ദ ഫോട്ടോഗ്രാഫ് ഷുഡ് ബി ബിറ്റ്വീൻ 100 KB ആൻഡ് 150 KB. അപ്പോൾ ഇതേ സൈസിലുള്ളൊരു ഫോട്ടോഗ്രാഫ് നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുക. ആൻഡ് ദെൻ
photograph taken using mobile and selfie portrait may be result in rejection of application. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് സെൽഫി എടുത്തിട്ടൊന്നും ഇത് അപ്ലൈ ചെയ്യരുതെന്നാണ് പറഞ്ഞത്. ദെൻ ഫോട്ടോ ഷുഡ് ഹാവ് എ ക്ലിയർ ഫ്രണ്ട് വ്യൂ ഓഫ് ദ കാൻഡിഡേറ്റ് വിത്തൗട്ട് ക്യാപ്പ് ആൻഡ് ഡാർക്ക് ഗ്ലാസ്. അപ്പോൾ ക്യാപ്പോ ഡാർക്ക് ഗ്ലാസ്സോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. Facial features should be clear and not be covered by any items such as mask, hair or head or cloth, shadow, jewelry. ഇതൊന്നും വെച്ചിട്ട് കവേർഡ് ആവാൻ പാടില്ല. The main feature of the face must not be covered by the hair of the head. അപ്പോൾ ഇത് മെയിൻ ഫീച്ചർ നമ്മൾ ഹെഡിന് ഇവിടേക്ക് മുടിയൊന്നും കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു നമ്മുടെ ഫേഷ്യൽ ആയിട്ടുള്ള ആ ഒരു ഫുൾ വ്യൂ അവിടെ മിസ്സായി പോയിരുന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ ക്ലോത്തിൻ്റെ പാർട്ടൊന്നും ഇവിടേക്ക് വരരുത് എന്നുള്ള രീതിയിലാണ്. The main feature of the in case of the candidate wears glasses, then the photograph should not have any glare or reflection on the glass and the eyes should be clearly visible. നമ്മൾ ഗ്ലാസ്സുള്ള ഫോട്ടോസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം, പക്ഷേ അതിൽ ഗ്ലെയർ വരരുത് എന്നാണ് ഈ ഒരു കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതാണ് ഫോട്ടോഗ്രാഫുമായി ബന്ധപ്പെട്ടുള്ള സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതേപോലെ സിഗ്നേച്ചറിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ദ അപ്ലിക്കൻ ഹാസ് ടു സൈൻ ഓൺ എ വൈറ്റ് പേപ്പർ. ഒരു വൈറ്റ് പേപ്പറിൽ സൈൻ ചെയ്യുക വിത്തിൻ എ ബോക്സ് ഓഫ് സൈസ് ഓഫ് 50 mm by 20 mm. ഒരു 50 mm by 20 mm ഉള്ള ബോക്സ് വരച്ചിട്ട് അതിൽ സൈൻ ചെയ്യുക. ദ സിഗ്നേച്ചർ മസ്റ്റ് ബി ഇൻ റണ്ണിംഗ് ലെറ്റേഴ്സ് ആൻഡ് നോട്ട് ബി ബ്ലോക്ക് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദ ഇമേജ് ഷുഡ് ബി ഇൻ JPG ഓർ JPEG ഫോർമാറ്റ്. ഡയമെൻഷന് 50 mm by 20 mm ഓർ 140 by 60 പിക്സലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം. The size of the file should be between 30 KB to 49 KB ആയിരിക്കണം. The signature must be of the applicant only and not of any other പേഴ്സൺ എന്നുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങൾ ഫോട്ടോയും അതേപോലെ സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കതൊന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഈ ഒരു ഡീറ്റെയിൽസ് അതായത് നമ്മുടെ ഫോട്ടോയും അതേപോലെ തന്നെ സിഗ്നേച്ചറും നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു സെക്ഷനിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കിയേ, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സെലക്റ്റഡ് RRB ട്രിവാൻഡ്രമാണ് ഉള്ളത്. പോസ്റ്റ് എലിജിബിൾ ടു അപ്ലൈ എന്നുള്ളിടത്ത് ഇവിടെ നമുക്ക് നോക്കുന്ന സമയത്ത് കാറ്റഗറി നമ്പർ 1 അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് എന്ന് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. എന്നാൽ നിങ്ങൾ ചില സോൺസുകൾ എടുക്കുമ്പോൾ, ഇപ്പോൾ സെക്കന്ദരാബാദ് എടുക്കുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് SCR സൗത്ത് സെൻട്രൽ റെയിൽവേ, അതേപോലെ തന്നെ ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ എന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പം നമ്മൾ മുംബൈ എടുക്കുകയാണെങ്കിലൊക്കെ അങ്ങനെ ഒന്നിലധികം പോസ്റ്റുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിയർ ബൈ ആയിട്ടുള്ളത് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ സൗത്ത് സെൻട്രൽ റെയിൽവേ ഉണ്ട്, അതേപോലെ ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ ഉണ്ട്. അപ്പോൾ ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേനെക്കാട്ടിലും കുറച്ചുകൂടി അടുത്തുണ്ടാവുക സൗത്ത് സെൻട്രൽ റെയിൽവേ ആയിരിക്കും. സോ ആ രീതിയിൽ നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്ന സമയത്ത് ആ രീതിയിൽ പ്രിഫറൻസ് കൊടുക്കാം. ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ കേസിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ആകെ ഈ ഒരു രീതിയിൽ മാത്രമേ വന്നിട്ടുള്ളൂ. അതേസമയം നമ്മൾ മറ്റേതെങ്കിലും സോൺസ് ആണ് സെലക്ട് ചെയ്തതെങ്കിൽ നിങ്ങൾക്കിവിടെ ഒന്നിലധികം ഇത് കാണാം. അപ്പോൾ അതിൻ്റെ പ്രിഫറൻസ് ജസ്റ്റ് ഒന്ന് കൊടുക്കണം എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ ശ്രദ്ധിക്കാനുള്ളത്. ദെൻ ഐ ഹാവ് എക്സസൈസ്ഡ് ആൻഡ് ചെക്ക്ഡ് എന്നുള്ളത് ഇവിടെ ടിക്കറ്റ് കൊടുക്കാം. ഒരെണ്ണെങ്കിലും സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ പ്ലസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇവിടേക്ക് സെലക്ട് ആയി. അതായത് ഇവിടെ ഒന്നേ ഉള്ളൂ സെലക്ട് ചെയ്യാൻ, ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അതായത് ഒറ്റ പോസ്റ്റിലേക്ക് സെലക്ട് ചെയ്യാനുള്ളൂ. പല റീജിയൻസിൽ ഇപ്പം മുംബൈയിലാണെങ്കിലും അതേപോലെ തന്നെ സെക്കന്ദരാബാദിലാണെങ്കിലും കൊൽക്കത്തയിലാണെങ്കിലും ഒക്കെ പല ഓപ്ഷൻസുകൾ വരുന്നുണ്ടാവും. സോ അത് നിങ്ങൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്ത് കൊടുക്കാം. ദെൻ എക്സാമിനേഷൻ ട്രേഡ് ഓഫ് പാർട്ട് ബി, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഈ ലോക്കോ പൈലറ്റ് എക്സാമിനേഷൻ്റെ CBT 1 കഴിഞ്ഞ് CBT 2ലേക്ക് എത്തുമ്പോൾ അവിടെ നിങ്ങൾക്ക് 2 ഘട്ടമായിട്ടാണ് പരീക്ഷ ഉണ്ടാവുക. പാർട്ട് A ഉണ്ടാവും, പാർട്ട് B ഉണ്ടാവും. അപ്പോൾ ഈ പാർട്ട് ബിയിൽ ഏത് ഭാഗത്ത് നിന്നുള്ള ട്രേഡ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഓരോ ബ്രാഞ്ചിനനുസരിച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ഇലക്ട്രിക്കൽ കഴിഞ്ഞ ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള 2 ഓപ്ഷൻസ് ഉള്ളത്. ഒന്ന് ഇലക്ട്രീഷ്യൻ, അത് തന്നെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. അതേപോലെ തന്നെ വയർമാൻ. ഈ 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അതേപോലെ മെക്കാനിക്കലും ഇലക്ട്രോണിക്സിലും ഒക്കെ നിങ്ങൾക്ക് ഏറ്റവും എന്താണ് കുറേ ട്രേഡുകളുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏറ്റവും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ട്രേഡാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഇലക്ട്രിക്കൽ കഴിഞ്ഞ ഒരാളെന്നുള്ള നിലയിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഇലക്ട്രീഷ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഓരോ ബ്രാഞ്ച് സെലക്ട് ചെയ്യുമല്ലോ. അപ്പോൾ ഇലക്ട്രോണിക്സ് സെലക്ട് ചെയ്യുമ്പോൾ ഇതെല്ലാം കാണിക്കുന്നുണ്ടാവില്ല. മെക്കാനിക്കൽ സെലക്ട് ചെയ്യുമ്പോൾ ഇതെല്ലാം വേറെ ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ടാവും. അപ്പോൾ ഞാനിവിടെ ഇലക്ട്രിക്കൽ സെലക്ട് ചെയ്തുകൊണ്ടാണ് ഇലക്ട്രീഷ്യൻ, ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്, വയർമാൻ, ആർമേച്ചർ, റെഫ്രിജറേഷൻ. ഇപ്പോൾ നിങ്ങൾ വേറെ ബ്രാഞ്ച് ആണെങ്കിൽ നിങ്ങളിങ്ങനെ കാണിക്കുന്നുണ്ടാവില്ല. അതുപോലെ നിങ്ങൾ IT ആണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ട്രേഡ് ആയിരിക്കും ഇതിൽ കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ ഞാനിവിടെ ഇലക്ട്രീഷ്യനാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ ഈ സെലക്ഷൻ്റെ ടൈമിലുണ്ടല്ലോ, ഇതൊക്കെ വെറുതെ അങ്ങ് റാൻഡായിട്ട് കൊടുത്തു പോയി. ഇപ്പം ഞാനിത് അറിയാണ്ട് ഞാൻ പറയുകയാണ് ആർമേച്ചർ ആൻഡ് കോയിൽ വൈൻഡർ എന്ന് കൊടുത്തു എന്ന് വിചാരിക്കാം.
എന്നിട്ട് ഞാൻ എക്സാം സെൻറ്ററിൽ പോകുന്ന സമയത്ത് പാർട്ട് ബി നോക്കുന്ന സമയത്ത് ഈ പാർട്ട് ബി ആക്ച്വലി ഒരു ക്വാളിഫയിങ് നാച്ചുറൽ ആയിട്ടുള്ള എക്സാമാണ്. അതായത് അത് ക്വാളിഫൈ ചെയ്താൽ മതി. പക്ഷേ ക്വാളിഫൈ ചെയ്തില്ലെങ്കിൽ നമ്മൾ എക്സാമിൽ നിന്ന് ഔട്ടായി പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും സെലക്ട് ചെയ്യുന്ന രീതി ആവരുത്. ഇവിടെ നമ്മൾ ആ ട്രേഡിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഞാനിവിടെ എന്ത് ചെയ്യുകയാണ്, ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്നത് തന്നെ സെലക്ട് ചെയ്യുകയാണ്. അങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ടിക്ക് ഇട്ട് കൊടുക്കുക. ഐ ഹിയർ ബൈ ഡിക്ലെയർ എന്ന് കൊടുത്തിട്ട് എൻ്റർ ദ പ്ലേസ് കൊടുക്കുക. ദെൻ ഞാൻ പ്ലേസ് കൊടുത്തു. ആൻഡ് ഫൈനലി നമുക്കിവിടെ എന്ത് ചെയ്യാം, ഇവിടെ പ്രിവ്യൂ ആപ്ലിക്കേഷൻ ഉണ്ട്. പ്രിവ്യൂ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന സെക്ഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഈ ഒരു പ്രിവ്യൂ ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രിവ്യൂ ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റിൽ പ്രിവ്യൂ എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ദെൻ ഐ ഹാവ് റീചെക്ക്, ഇതെല്ലാം റീചെക്ക് ചെയ്തിട്ടിരുന്ന് കൺഫേം ചെയ്യുക കേട്ടോ. നമ്മൾ കൊടുത്ത ഓരോ കാര്യങ്ങളും കറക്റ്റ് ആണെന്നുള്ളത് കൺഫേം ചെയ്യുക. അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, സബ്മിറ്റ് ബട്ടൺ. അപ്പോൾ ഒരിക്കൽ കൂടി ചോദിക്കും, ആപ്ലിക്കേഷൻ വിൽ നോട്ട് ബി ഏബിൾ ടു മേക്ക് എനി കറക്ഷൻ. ചെറിയ കറക്ഷൻസ് ഒക്കെ വരുത്താൻ പറ്റും കാരണം മോഡിഫിക്കേഷൻ ടൈമിൽ, പക്ഷേ പല കാര്യങ്ങളും കറക്ഷൻ ചെയ്യാൻ പറ്റില്ല. വളരെ കെയർഫുൾ ആയിട്ട് തന്നെ നിങ്ങളത് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുകയാണ്, സബ്മിറ്റ് ബട്ടൺ നമ്മൾ കൊടുക്കുകയാണ്. ഓക്കെ, സബ്മിറ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഫീ കൂടിയാണ് ചെയ്യാനുള്ളത്. അപ്പം നമ്മൾ ഫീ കൊടുക്കുന്ന സമയത്ത് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഫീൻ്റെ ഒരു സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ റീഫണ്ട് പോളിസി നമുക്ക് കാണാൻ പറ്റും. By proceeding with the payment, the applicant acknowledges and agree to that payment made in non-refundable and applicant cannot raise a charge box under any circumstances. The refundable portion of the fee will be applicable only those candidates who attend CBT1. അത് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു, നമ്മൾ 500 ആണ് അപ്ലിക്കേഷൻ ഫീ എങ്കിലും അതിൻ്റെ 250 നമുക്ക് റീഫണ്ട് വരും നിങ്ങൾ CBT1 എക്സാം എഴുതി കഴിഞ്ഞാൽ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ 500 ആണ് എമൗണ്ട് പേ ചെയ്യേണ്ടത്. സോ എമൗണ്ട് പേ ചെയ്യാൻ രണ്ട് ഓപ്ഷൻസ് ആണ്. പേ വിത്ത് SBI ഇ-പേ ഉണ്ട്, പേ വിത്ത് CSC വാലറ്റ് ഉണ്ട്. ഞാൻ പേ വിത്ത് SBI ഇ-പേ എന്നുള്ള ഓപ്ഷൻസാണ് കൊടുക്കുന്നത്. അപ്പം നമ്മളിവിടെ കൊടുത്തു, ഐ അഗ്രി എന്ന് കൊടുത്തിട്ട് പ്രൊസീഡ് ചെയ്യാണ്. അങ്ങനെ പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു പേയ്മെൻറ്റ് സെക്ഷനിലായിരിക്കും വന്ന് കിടക്കുന്നുണ്ടാവുക. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതേപോലെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. അതേപോലെ തന്നെ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നിങ്ങളുടെ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു പേയ്മെൻറ്റ് ചെയ്യുന്നതോട് കൂടിയാണ് നമ്മുടെ അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതോടുകൂടി നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഈ ഒരു അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. നമ്മൾ ഫൈനൽ സബ്മിറ്റ് അടിച്ചാൽ മാത്രം പോരാ, പേയ്മെൻറ്റ് കൂടി ചെയ്യുമ്പോഴാണ് നമ്മൾ പ്രൊവിഷണലി നമ്മളുടെ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോ ഈ ഒരു അപ്ലിക്കേഷൻ വീഡിയോ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കാരണം നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് അങ്ങനെ കഴിയാത്തൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കഫേയിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. ഇതിൽ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും എവിടെയും വന്നിട്ടില്ല. പിന്നെ ഒരു അല്പം ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫോട്ടോഗ്രാഫ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് സൈസിലേക്ക് ആക്കാൻ അത് ഓൺലൈനിൽ തന്നെ അടിച്ചു കൊടുത്താൽ മതി. ഇമേജ് റീസൈസർ എന്നൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട പിക്സലിലേക്കും വേണ്ട സൈസിലേക്കൊക്കെ അത് എന്ത് ചെയ്യാൻ പറ്റും, കൺവേർട്ട് ചെയ്യാൻ പറ്റും. ദെൻ ഓൺലൈൻ പേയ്മെൻറ്റ് സംവിധാനമുള്ള ആളുകളാണെങ്കിൽ കാർഡ് ഉപയോഗിച്ചിട്ടുള്ള പേയ്മെൻറ്റും ചെയ്യാം. അങ്ങനെ വേറെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളില്ല. പക്ഷേ ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾ ചൂസ് ചെയ്യുന്ന RRB, നിങ്ങൾ ചൂസ് ചെയ്യുന്ന ട്രേഡ്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യുക. അതേപോലെ നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. നമ്മൾ RRB ALPയുടെ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയും താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും ഇൻഫർമേഷൻസ് ലഭിക്കുന്നതായിരിക്കും. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്.